പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പാകിസ്ഥാൻ ജെറ്റ് വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചിരിക്കുകയാണ്. രജൌരി നൌഷേര മേഖലയിലാണ് പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലംഘിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി സന്തോഷ് ശരിയാണ്. സന്തോഷ്, എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രിയ, അല്പസമയം മുമ്പാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ രജോരി മേഖലയ്ക്ക് മുകളിലാണ് ഇന്ത്യൻ വ്യോമ അതിർത്തി ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ F-60 ജെറ്റ് വിമാനം ഇന്ത്യൻ മേഖലയിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇന്ത്യയിലെ സുഖോയ് 30 ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ഇത് ഇന്ത്യ പ്രതിരോധിച്ചു. തുടർന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണത്തെ തുടർന്ന് പാക് പ്രതിരോധ വിമാനങ്ങൾ തിരിച്ചു പോയി എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. വലിയ ഹൈ അലർട്ടിലാണ് രാജ്യം. ആ സമയത്താണ് ഇത്തരത്തിൽ വ്യോമ അതിർത്തി ലംഘിച്ചുകൊണ്ട് പാക് വിമാനം എത്തിയിരിക്കുന്നതെന്നാണ് ശ്രദ്ധേയം. കാരണം ഇന്നലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഒരു വ്യോമ ആക്രമണം ഇന്ത്യയിൽ നടത്തുമെന്ന രീതിയിൽ പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണോ എന്നൊരു സംശയവും ഇന്റലിജൻസ് മേധാവികൾക്കുണ്ട്. ശ്രദ്ധ തിരിക്കാനുള്ളൊരു ശ്രമമാണോ എന്നുമുണ്ട്. എന്തായാലും ഇന്ത്യൻ വ്യോമ അതിർത്തി കടന്ന് പാകിസ്ഥാന്റെ F-60 വിമാനം എത്തിയിരിക്കുന്നു. ഇതിനെ കൃത്യമായ രീതിയിൽ എതിർത്തു തോൽപ്പിച്ച് തിരിച്ചയക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലഡാക്കിലെയും ജമ്മു ശ്രീനഗറിലെയും പത്താൻകോട്ടിലെയും വിമാനത്താവളങ്ങളിൽ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചു. ഇവിടെ എല്ലാം മറ്റ് വിമാനങ്ങളുടെ യാത്രകളെല്ലാം നിരോധിച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് മണിക്കൂറത്തേക്ക് ഇവിടെ നിന്ന് വിമാനങ്ങൾ പൊങ്ങുകയില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എയർ സ്പേസ് സസ്പെൻഡഡ് ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺ എന്നാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നിരവധി യാത്രാ വിമാനങ്ങളുണ്ട്, മറ്റ് കൊമേഴ്സ്യൽ ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് പറക്കാനും ഇറങ്ങാനും കണക്കായി. പക്ഷെ അവയെല്ലാം എല്ലാ യാത്രയും റദ്ദാക്കിയിരിക്കുന്നു. കൂടാതെ ഈ ഭാഗത്തെ 7 സിറ്റികളിലും ഹൈ അലർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ വിമാനം വ്യോമ അതിർത്തി ലംഘിച്ച കൂടി സാഹചര്യത്തിൽ കുറച്ചുകൂടി ജാഗരൂകരായിരിക്കേണ്ട ഒരു സാഹചര്യം രാജ്യത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും സ്ഥിതി വിശേഷം വളരെ രൂക്ഷമാകുന്നു. പാകിസ്ഥാൻ വീണ്ടും പ്രകോപിപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത്. പ്രിയ, ശരി. പാകിസ്ഥാൻ ജെറ്റ് വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചു. രജൌരി നൌഷേര മേഖലയിലാണ് പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലംഘിച്ചത്. പാകിസ്ഥാന്റെ പോർ വിമാനമായ F-16 2 വിമാനങ്ങളാണ് ഇവിടേക്ക് എത്തിയത്. എന്തായാലും പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി ലംഘിച്ചിരിക്കുന്നുവെന്ന സുപ്രധാനമായ വാർത്തയാണ് പുറത്തുവരുന്നത്. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്. പാകിസ്ഥാൻ ജെറ്റ് വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചു. രജൌരി നൌഷേര മേഖലയിലാണ് പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലംഘിച്ചത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ വ്യോമസേന വിമാനം തകർന്നു വീണിരിക്കുകയാണ്. 2 പൈലറ്റുമാർ മരിച്ചതായാണ് വിവരം പുറത്തുവരുന്നത്. വിശദാംശങ്ങളുമായി സന്തോഷ് ശരിയാണ്. സന്തോഷ്, എന്താണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? അതീവ ഗൗരവമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലകളിൽ നിന്ന് ലഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രജൌരി ജില്ലയിലെ നൌഷാറ സെക്ടറിൽ ഇന്ത്യൻ വ്യോമ അതിർത്തി ലംഘിച്ച് പാകിസ്ഥാന്റെ F-60 വിമാനങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ്. പിന്നാലെ സുഖോയ് 30 വിമാനങ്ങൾ അയച്ച് ഇന്ത്യ അത് പ്രതിരോധിച്ചു. വിമാനങ്ങൾ മടങ്ങിപ്പോയി. പക്ഷെ അതിനിടയിൽ ഈ പാകിസ്ഥാൻ വിമാനങ്ങൾ ബോംബ് വർഷിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. പക്ഷേ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പോലും ബോംബ് വർഷം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവിടുന്ന് പ്രാദേശികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അക്കാര്യത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയമോ അല്ലെങ്കിൽ ഈ ജമ്മു കാശ്മീരിലെ പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളോ ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇപ്പോൾ അടിയന്തരമായി ആഭ്യന്തര മന്ത്രാലയത്തിൽ എത്തിയിരിക്കുന്നു. ഈ വിമാനങ്ങൾ അതിർത്തി കടന്നത് ഇന്ത്യയെ ഞെട്ടിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം വലിയ ഹൈ അലർട്ട് ഇപ്പോൾ രാജ്യമുള്ളത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു നീക്കമുണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു വ്യോമസേനാ വിമാനം അതിർത്തി മേഖലയിലെ ബുഡ്ഗാം ജില്ലയിൽ തകർന്നു വീണു എന്നതാണ്. അത് എങ്ങനെ തകർന്നു വീണു എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമല്ല. എന്നാലും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ടെക്നിക്കൽ വിഭാഗം ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ 2 പൈലറ്റുമാരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 2 സീറ്റ്സ് വിമാനമായിരുന്നു, ഒരു ഫൈറ്റർ ജെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ 2 പൈലറ്റുമാരും ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇവരുടെ 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഏറ്റവും അവസാന നിമിഷം വിമാന സീറ്റ് ഇഞ്ചക്ട് ചെയ്ത് രക്ഷപ്പെടുകയാണ് സാധാരണ വിമാന പൈലറ്റുമാരുടെ രീതി. പക്ഷെ ഇവിടെ അതുപോലും സംഭവിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ വിമാനം തകർന്നിരിക്കുന്നു. തകർന്ന് വീണ് അവിടെ നിന്ന് തീ കത്തുന്നതിൻ്റെയും അവിടുത്തെ പ്രദേശവാസികൾ അതിന് ചുറ്റും നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ വിമാനം വ്യോമ അതിർത്തി ലംഘിച്ച വാർത്ത വന്നത്. ഇതേ തുടർന്ന് ഇപ്പോൾ അടിയന്തരമായി ചെയ്തിരിക്കുന്നത് അതിർത്തി മേഖലയിലെ 4 വിമാനത്താവളങ്ങൾ
പ്രവർത്തനം പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നു. ലഡാക്ക്, ജമ്മു, ശ്രീനഗർ, പത്താൻകോട്ട് ഈ 4 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനമാണ് പൂർണ്ണമായും റദ്ദാക്കിയത്. ഇവിടെ നിരവധി കൊമേഴ്സ്യൽ വിമാനങ്ങൾ വന്നിറങ്ങുന്നതാണ്. യാത്രാ വിമാനങ്ങൾ നിരവധി ഉള്ളതാണ്. ഈ യാത്രകളെല്ലാം റദ്ദാക്കിയിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായും ഈ സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണ് ഈ 4 വിമാനത്താവളങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിർത്തിയിൽ എന്തായാലും വളരെ ഗൗരവമുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇനി പാകിസ്ഥാൻ വിമാനം ഏതെങ്കിലും തരത്തിൽ അതിർത്തി കടന്നിട്ടുണ്ടെങ്കിൽ, ബോംബ് വർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കണം. മറ്റേതെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതൊരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് തോന്നുന്നത്. പ്രിയ, സന്തോഷ്, ഈ വ്യോമസേന വിമാനം തകർന്നിരിക്കുന്നതിൽ 2 പൈലറ്റുമാർ ഉൾപ്പെടെ 3 പേർ മരിച്ചതായാണ് റിപ്പോർട്ട് വരുന്നത്. ഈ വിമാനം തകരാനുള്ള കാരണമായി പറയുന്നത് സാങ്കേതിക പ്രശ്നങ്ങളാണോ? സാങ്കേതിക പ്രശ്നങ്ങൾ എന്ന് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വൃത്തങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ മാത്രമാണ് എയർഫോഴ്സിന്റെ ടെക്നിക്കൽ വിദഗ്ധർ അവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കണം, മറ്റു പ്രശ്നങ്ങളൊക്കെ പരിശോധിക്കണം. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈ അലർട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ വിമാനം വീണത് ഒരു നോർമലായി എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അത് സംബന്ധിച്ച് സമഗ്ര പരിശോധന വേണ്ടി വരും. ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും എയർഫോഴ്സ് വിമാനങ്ങൾ സാങ്കേതിക തകരാറുകളും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുള്ളതാണ്. പക്ഷെ അത് മുൻകൂട്ടി കാണാൻ പൈലറ്റുമാർക്ക് കഴിയും. അവർ ആ സമയത്ത് രക്ഷപ്പെടുകയാണ് പതിവ്. എന്നാൽ ഇവിടെ അങ്ങനെ പോലും സംഭവിച്ചിട്ടില്ല. പെട്ടെന്ന് തകർന്നു വീഴുകയായിരുന്നു. അപ്പോൾ അത് മറ്റേതെങ്കിലും തരത്തിലാണോ എന്നതുകൂടി പരിശോധിക്കണം. എന്തായാലും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ടെക്നിക്കൽ വിഭാഗം സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രാഥമികമായി ഇതൊരു സാങ്കേതിക തകരാറ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അതിന്റെ ഈ പുതിയ വിവരങ്ങൾ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് വ്യോമസേനയോ ആഭ്യന്തര മന്ത്രാലയമോ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. എന്നാൽ പോലും അവിടുത്തെ റിപ്പോർട്ടർമാർ നൽകുന്ന വിവരപ്രകാരം 4 സ്ഥലങ്ങളിൽ ഇപ്പോൾ ബോംബ് വർഷം ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാൻ ജെറ്റുകളിൽ നിന്ന് ലാംബെ, കേരി, കേജി, നരിയാൻ തുടങ്ങിയ അതിർത്തി മേഖലകളിലെ വില്ലേജുകളിലാണ് പാകിസ്ഥാൻ ജെറ്റുകൾ ബോംബ് വർഷിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന ഒരു വാർത്ത. അവിടെ പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരാണ് ആ സംഭവങ്ങൾ ഇപ്പോൾ ട്വീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പാകിസ്ഥാൻ ജെറ്റ് ഷൂട്ട് ഡൗൺ ചെയ്തു, വെടിവെച്ച് വീഴ്ത്തി എന്ന വാർത്തയും വരുന്നുണ്ട്. പക്ഷെ അത് പാകിസ്ഥാൻ അതിർത്തിയിൽ തന്നെയാണ് വീണത്. അതായത് ലൈൻ ഓഫ് കൺട്രോളിന്റെ പാകിസ്ഥാൻ ഭാഗത്ത് തന്നെയാണ് ഈ വിമാനം വെടിവെച്ച് വിമാനം വീണിരിക്കുന്നത്. പക്ഷെ കൺഫർമേഷൻ ഒന്നുമില്ല. ഈ F-60 വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി കടന്നു. 4 സ്ഥലങ്ങൾ ലാംബ്, കേരി, കേജി, നരിയാൻ 4 സ്ഥലങ്ങളിൽ ബോംബ് വർഷിച്ചു. തുടർന്ന് സുഖോയ് 30 വിമാനം ഉപയോഗിച്ച് ഇന്ത്യ പ്രത്യാക്രമണം നടത്തി. ഈ വിമാനത്തിന് വെടിവെച്ച് വീഴ്ത്തി. പക്ഷേ പാകിസ്ഥാൻ മേഖലയിൽ ലൈൻ ഓഫ് കൺട്രോളിന് അപ്പുറത്ത് പാകിസ്ഥാൻ മേഖലയിൽ ഈ വിമാനം വീണിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി അവിടെ നിന്ന് ഒരു എക്കണോമിക്സ് ടൈംസിന്റെ സീനിയർ എഡിറ്റർ അടക്കമുള്ളവർ അവരുടെ ട്വീറ്റിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ കൂടി വരേണ്ടതുണ്ട്. ഇപ്പോൾ വീണിരിക്കുന്നത് M90-70 V5 ചോപ്പർ വിഭാഗത്തിൽപ്പെട്ട സെക്ഷനിലെ വിമാനമാണ് ഇപ്പോൾ ബുൾഗാം ജില്ലയിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ മേഖലയിൽ വീണിരിക്കുന്നത്. പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തിയ F-60 വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ്. അതാണ് ബോംബ് വർഷം നടത്തിയിരിക്കുന്നത്. ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകേണ്ടി വരും. കാരണം എന്തെങ്കിലും ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടായാൽ അത് യുദ്ധമെന്ന് ഇന്ത്യ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലും ഇപ്പോൾ അടിയന്തരമായ വാർത്താ സമ്മേളനം, അടിയന്തരമായ യോഗം ചേർന്നിരിക്കുന്നു. ഇതാ ഇപ്പോൾ ആക്രമണം സ്ഥിരീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. പാകിസ്ഥാൻ ഫോറിൻ വിദേശകാര്യ വകുപ്പാണ് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ എയർ സ്ട്രൈക്ക് നടത്തി എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. സ്ട്രൈക്ക് അക്രോസ് ലൈൻ ഓഫ് കൺട്രോൾ ഫ്രം വിത്തിൻ പാകിസ്ഥാനി എയർ സ്പേസ് എന്നാണ് ഇപ്പോൾ അവർ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. വാർത്താക്കുറിപ്പ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. പാകിസ്ഥാൻ സ്ട്രൈക്ക് ബാക്ക്. പാകിസ്ഥാൻ എയർഫോഴ്സ് അണ്ടർടുക്ക് സ്ട്രൈക്ക് അക്രോസ് ലൈൻ ഓഫ് കൺട്രോൾ ഫ്രം വിത്തിൻ പാകിസ്ഥാൻ എയർഫേസ്. പാകിസ്ഥാന്റെ എയർ സ്പേസിൽ നിന്നുകൊണ്ട് ലൈൻ ഓഫ് കൺട്രോളിന് ഇപ്പുറത്തേക്ക് അറ്റാക്ക് നടത്തി എന്നാണ് പറയുന്നത്. അതായത് അതിർത്തി കടന്നു എന്ന് ഇപ്പോഴും പാകിസ്ഥാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് അറ്റാക്ക് നടത്തി എന്നാണ് ഇപ്പോൾ അവർ വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. മിലിറ്ററി ടാർഗറ്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അറ്റാക്ക് നടത്തിയെന്നും പറയുന്നുണ്ട്. സാധാരണ
സാധാരണക്കാർക്ക് പ്രശ്നമുണ്ടാക്കാത്ത രീതിയിൽ ആക്രമണം നടത്തിയെന്ന രീതിയിലുള്ള നയതന്ത്ര വാക്കുകളൊക്കെ ആ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാവുകയാണ്. ഇത്തരമൊരു പ്രസ്താവന കൂടി വന്നൊരു സാഹചര്യത്തിൽ ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നിലപാട് കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. സന്തോഷ്, ഇപ്പോൾ പാകിസ്ഥാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു, തങ്ങൾ എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തുറന്ന ഒരു പോരിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തങ്ങൾ അതിർത്തി കടന്നിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഇനി ഉള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രിയ പറഞ്ഞല്ലോ, ഇനി പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നു എന്ന പ്രസ്താവന കൂടി പുറത്തിറക്കിയിരിക്കുന്നു. അവരുടെ വിമാനം അതിർത്തി കടന്നു എന്ന ഇന്ത്യ പ്രസ്താവന നടത്തിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇന്ത്യ ഇത് നോർമലായി കാണില്ല എന്ന് ഉറപ്പ് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. ഇന്ത്യ നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ അടിയന്തരമായി എന്ത് പ്രതികരണം നൽകണം എന്ന ചർച്ച ചെയ്യാനായി അടിയന്തരമായി ഉന്നതതല യോഗം ആഭ്യന്തര മന്ത്രാലയത്തിൽ ആരംഭിച്ചിരിക്കുന്നു. CRPFന്റെ DG, IB-യുടെ അധ്യക്ഷൻ, റോയുടെ തലവൻ തുടങ്ങിയവർ, കൂടാതെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ യോഗത്തിനായി എത്തിയിരിക്കുന്നത്. ഈ 4 വിമാനത്താവളങ്ങൾ ഇതുവരെ പെട്ടെന്ന് നിർത്തിവെച്ചു എന്നതിനപ്പുറം ഇനി യോഗം ചേർന്നിരിക്കുന്നു. ഈ യോഗത്തിൽ അവർ തീരുമാനിക്കും എന്ത് മറുപടി നൽകണം എന്ന്. നിലവിൽ സ്ഥിതിവിശേഷ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി മാറുകയാണ്. തകർന്നു വീണത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഒരു ഹെലികോപ്റ്ററാണ് തകർന്നു വീണിരിക്കുന്നത്. M70 വിഭാഗത്തിൽപ്പെട്ട ഹെലികോപ്റ്ററാണ് തകർന്നു വീണതെന്ന് ഇപ്പോൾ സ്ഥിരീകരണം ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇനി നമുക്ക് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അറിയേണ്ടത് പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തി കടന്നോ, ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം ഇന്ത്യയിൽ ബോംബ് വർഷം നടത്തിയോ എന്ന സ്ഥിരീകരണമാണ്. പക്ഷേ ഇനി അത് എത്രയും വേഗമുണ്ടാകും. കാരണം ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ആക്രമിച്ചു തുടങ്ങി എന്ന തരത്തിലുള്ള വാർത്തകൾ വലിയ കാര്യമായി ഇന്ത്യയിൽ വന്നു തുടങ്ങിയിരിക്കുന്നു. അത് തന്നെയാണ് സന്തോഷ്. നമുക്ക് പാകിസ്ഥാന്റെ പോർ വിമാനങ്ങളാണ് ഇപ്പോൾ അതിർത്തി ലംഘിച്ചിരിക്കുന്നതായി നമുക്ക് വിവരം ലഭിക്കുന്നത്. F-16 വിമാനങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യയുടെ തിരിച്ചടിയിലും ഇന്ത്യക്കെതിരെ പ്രത്യാക്രമണം നടത്താൻ അവർ ഉപയോഗിച്ചതും ഈ യുദ്ധവിമാനങ്ങളാണ് F-16. അതായത് മനഃപൂർവ്വം, ഒപ്പം തന്നെ ബോംബ് വർഷിക്കുന്നു. ഇതൊക്കെ മനഃപൂർവ്വം ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ഓരോ കാര്യങ്ങൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അതിനുള്ള ഓരോരോ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായും. കാരണം ഇന്നലെ പുലർച്ചെ 3 മണിക്ക് ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ അത് തിരിച്ചടിക്കുന്ന രീതിയിൽ വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങൾ മുഴക്കിയിരുന്നു, വീരവാദങ്ങൾ മുഴക്കിയിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇമ്രാൻഖാനെതിരെ രാഷ്ട്രീയമായി കൂടി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഒരു തിരിച്ചടിയല്ലാതെ മറ്റു വഴികളില്ല. ഇപ്പോൾ അത് നടത്തി എന്നിപ്പോൾ അറിയിക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ ഈ അറ്റാക്ക് നടത്തിയതിനു ശേഷം അറ്റാക്ക് നടത്തിയെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് വാർത്താക്കുറിപ്പ് ഇറക്കി. പക്ഷേ ഇത് ഒരു പ്രകോപനം തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയത് ഒരു നോൺ മിലിറ്ററി ഓപ്പറേഷനാണ്. അതായത് സാധാരണ സിവിലിയൻസിനെയോ മറ്റ് സൈനിക കേന്ദ്രങ്ങളെയോ ലക്ഷ്യം വയ്ക്കാതെ ഇന്ത്യക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. എന്നാൽ അതിനു പകരം പാകിസ്ഥാൻ നടത്തിയത് അതല്ല. ഇന്ത്യൻ മണ്ണിൽ വന്ന് സാധാരണക്കാരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ബോംബ് വർഷം വരെ നടത്തിയിട്ട് മടങ്ങിപ്പോയിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായൊരു സ്ഥിതി വിശേഷം എന്ന് പറയാവുന്ന. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇന്ത്യ നടത്തിയത് ഇന്ത്യൻ മണ്ണിലെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഇന്ത്യ നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായും ആ ഉത്തരവാദിത്വം പാകിസ്ഥാനും കാണിക്കണം. പാകിസ്ഥാൻ ആദ്യം ചെയ്യേണ്ടത് ഇന്ന് അമേരിക്ക ചൂണ്ടിക്കാണിച്ച പോലെ അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ അവർ നശിപ്പിക്കുകയാണ്. സന്തോഷ്, പാകിസ്ഥാൻ ജെറ്റ് വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചിരിക്കുന്നു. ഇക്കാര്യം പാകിസ്ഥാൻ ഇപ്പോൾ പ്രസ്താവനയിലൂടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്നാൽ തങ്ങൾ അതിർത്തി ലംഘിച്ചിട്ടില്ല എന്നാണ് അവർ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. രജൌരി നൌഷേര മേഖലയിലാണ് ഇപ്പോൾ പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലംഘിച്ചത്. ആക്രമണത്തിൽ 2 പൈലറ്റുമാർ അടക്കം 3 പേർ മരിച്ചതായാണ് വിവരം.